വെള്ളാപ്പള്ളിയെ താൻ കാറിൽ കയറ്റുമെന്ന് രമേശ് ചെന്നിത്തല. പക്ഷേ ആരെയും കാറിൽ കയറ്റാത്ത പിണറായി വിജയനെ പോലെയല്ല എല്ലാവരെയും കാറിൽ കയറ്റുന്ന തന്നെയും ഉമ്മൻചാണ്ടിയും പോലുള്ളവരെന്ന് ചെന്നിത്തല റിപ്പോർട്ടറിനോട്. 2015 വെള്ളാപ്പള്ളിക്കെതിരെ വർഗീയ പരാമർശത്തിന് കേസെടുത്ത ആഭ്യന്തരമന്ത്രിയാണ് താനെന്നും റിപ്പോർട്ടറിന്റെ അഭിമുഖ പരിപാടിയായ നേരോ നേതാവിൽ ചെന്നിത്തല പറഞ്ഞു. കേൾക്കാം. താങ്കൾ മുഖ്യമന്ത്രിയായിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റും? ഞാൻ എല്ലാവരും കയറ്റുന്ന ആളാണല്ലോ. ആരെ വേണമെങ്കിൽ ഞാൻ കയറ്റും. എൻ്റെ കാറിൽ ആരൊക്കെ ജിമ്മി വന്നാലും എൻ്റെ കാറിൽ കയറും. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കാറിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടോ ഇന്നുവരെ? ശരി, എന്നാൽ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടിയുടെ കാറിൽ ഉമ്മൻചാണ്ടിക്ക് ഇരിക്കാൻ സ്ഥലം കാണത്തില്ല ഇല്ലേ? എനിക്ക് അറിയാമല്ലോ. എൻ്റെ കാറിൽ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും കയറും. ഇദ്ദേഹത്തിൻ്റെ കാറിൽ ആരാ കയറിയിട്ടുണ്ട്? ഒരു മന്ത്രിക്ക് ഒരു അപ്പോയിൻമെൻറ്റ് കൊടുക്കും, ഒരു MLA-ക്ക് പോയി കാണാൻ പറ്റുമോ? അങ്ങനെയുള്ള ഒരാൾ ഇങ്ങനെ ചെയ്യുമ്പം അത് വാർത്തയാവും, ആവില്ലേ? നിങ്ങളൊക്കെ കാറിൽ കയറ്റുന്ന ആളുകളായതുകൊണ്ട് ആ ചോദ്യത്തിന് ഞങ്ങൾക്ക് അത് ഒരു പ്രശ്നം. അപ്പോൾ തിരിച്ച് വേറൊരു കാര്യം ചോദിക്കാം, വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണ്? അല്ല, എനിക്ക് ആർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഉത്തരവാദിത്തം. സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ട, പക്ഷേ ഒരു വളരെ വർഗീയമായ കാര്യങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഒരു വിമർശനം സമൂഹത്തിൽ നിൽക്കുമ്പോൾ എന്താണ് നിലപാട്? അല്ല, നമ്മുടെ നിലപാട് സമൂഹത്തിൽ എല്ലാ മതങ്ങളെയും മതവിശ്വാസങ്ങളെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന നിലപാടേ കേരളം എടുക്കാൻ പാടുള്ളൂ. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു വർഗീയവാദം കളിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ശരിയല്ലേ? എന്ന് വെച്ചാൽ ആരും ഉത്തരം പറയില്ല. അതെന്താ? ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്താണ് അദ്ദേഹത്തിനെതിരെ FIR എടുത്തത്. മാൻഹോളിൽ വീണപ്പോൾ ഞാൻ ഇപ്പോഴും എന്നോടുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പരാതി അതാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ എൻ്റെ പേരിൽ FIR എടുത്തു. അപ്പോൾ ചരിത്രം പരിശോധിച്ചാൽ ഞങ്ങളുടെയൊക്കെ നിലപാടുകൾ വളരെ വ്യക്തമാണ്. റോഷിപാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണോ എന്ന ചോദ്യത്തിന് രമേശ് ചെന്നിത്തല പറയുന്ന മറുപടി താൻ വർഗീയവാദിയാണോ അല്ലയോ എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാനില്ല എന്നാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നയാളല്ല താൻ എന്നാണ്. അതേസമയം വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റുന്നതിൽ തനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, തന്റെ കാറിൽ ആർക്കും കയറാം. അത് മുഖ്യമന്ത്രി ആരെയും കയറ്റാതിരിക്കുകയും വെള്ളാപ്പള്ളി നടേശനെ മാത്രം കയറ്റുകയും ചെയ്തതുപോലെയല്ല എന്നതാണ് രമേശ് ചെന്നിത്തല വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അന്ന് മാൻഹോളിൽ നൌഷാദ് വീഴുന്ന സമയത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുത്ത കാര്യം കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥത്തിൽ പറഞ്ഞാൽ ആ വിഷയത്തിൽ രമേശ് ചെന്നിത്തല സേഫ് പൊസിഷനാണ് പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളിയെ ഇപ്പോൾ വർഗീയവാദി എന്ന് വിളിക്കാനൊന്നും താനില്ല, എന്നാൽ ആ പരാമർശത്തിന് കേസെടുത്തു എന്നത് 2015 ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു, അല്ലേ? അരുൺകുമാർ, ഏതായാലും തെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പിടക്കാൻ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ പ്രത്യേകിച്ച് മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയൊന്നും തയ്യാറാകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ഹരിപ്പാട്ടാണ് രമേശ് ചെന്നിത്തല മത്സരിക്കുന്നത്. മാത്രമല്ല, പരമാവധി സീറ്റുകൾ നേടാൻ വേണ്ടി എല്ലാ സമുദായ സംഘടനകളെയും മറ്റ് ഓരോ സംഘടനകളെയും ചേർത്ത് നിർത്താനുള്ള ശ്രമം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. ആ ഘട്ടത്തിൽ ആരെയും പിണക്കാൻ ഇനി ആരും തയ്യാറാകില്ലെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഇങ്ങനെ. ഏതായാലും നേരത്തെ ആഭ്യന്തരമന്ത്രിയായിരിക്കെ കോഴിക്കോട് നൌഷാദ് മാൻഹോളിൽ വീണ ആ സംഭവത്തിൽ നടത്തിയ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ അന്ന് ആ കേസെടുത്തത് വലിയ വിവാദമായതാണ്. അതിനുശേഷം ഈ രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ ആ പിണക്കമുണ്ടായിരുന്നു. ഏതായാലും പുതിയ വിവാദത്തിന്റെ ഘട്ടത്തിൽ ഏതായാലും വെള്ളാപ്പള്ളി നടേശനെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് പ്രകോപിപ്പിക്കാൻ ഏതായാലും രമേശ് ചെന്നിത്തല തയ്യാറാകുന്നില്ല എന്നതാണ്. മാത്രമല്ല, അതിൽ അവർ ഉദാഹരണമായി കാണിക്കുന്നത് മുഖ്യമന്ത്രി ആരെയും കാറിൽ കയറ്റാറില്ല എന്നുള്ളതാണ്. പക്ഷേ മുഖ്യമന്ത്രിക്ക് അതിന് മറ്റൊരു വാദമുണ്ട്. ആ ഘട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ വാഹനത്തിൽ കയറിയപ്പോൾ തനിക്ക് ഇറങ്ങിപ്പോകാൻ പറയാൻ പറ്റില്ല എന്നത് ആണ് മുഖ്യമന്ത്രിയുടെ വാദം. ആ ഘട്ടത്തിൽ കുറച്ചപ്പുറത്തേക്ക് പോകാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട വ്യക്തി തൻ്റെ കാറിലേക്ക് കയറിയപ്പോൾ പിന്നീട് ഒരു വാഹനത്തിൽ കയറിക്കഴിഞ്ഞാൽ ഇറക്കി വിടാൻ ഉള്ള ഒരു പ്രയാസം കൊണ്ട് ആണ് എന്ന രീതിയിലുള്ള വിശദീകരണമാണ് CPM-ന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഏതായാലും അത് വലിയ വിവാദമായി മാറുമ്പോഴും ആ കാര്യത്തിൽ അത് ഒരു ആയുധമാക്കാൻ രമേശ് ചെന്നിത്തല തയ്യാറാകുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. രമേശ് ചെന്നിത്തല വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ ഒരിക്കൽ കൂടി നേരോ നേതാവ് എന്ന പരിപാടിയിലാണ്. വെള്ളാപ്പള്ളിയെ വർഗീയവാദി എന്ന് വിളിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒന്നും കൊടുക്കാനൊന്നും ഞാനില്ല, പക്ഷേ കാറിൽ കയറ്റും, അതെല്ലാവരെയും കാറിൽ കയറ്റും എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്.